ഓൾ കേരള പെയിന്റിംഗ് ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം 16-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് പത്തനംതിട്ട മൈലപ്ര സാംസ് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. AKPDA സംസ്ഥാന പ്രസിഡന്റ് നജാസ് കെ യോഗം ഉദ്ഘാടനം ചെയ്യും. AKPDA ജില്ലാ പ്രസിഡന്റ് ജെബു കോശി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തും. യോഗത്തിൽ വ്യാപാര രംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ ഡീലർമാരെ ആദരിക്കുകയും ഉയർന്ന മാർക്കോടുകൂടി പാസ്സായ ഡീലർമാരുടെ കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണവും നടത്തും. പെയിന്റ് വ്യാപാര മേഖലയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്ന് AKPDA നേതാക്കൾ പറഞ്ഞു. പല ഏരിയയിലായിട്ട് ഒരു സംഘടനാ ശക്തി അല്ലാതെ ചിതറിക്കിടന്നിരുന്ന ഡീലർമാരെല്ലാം ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു സംഘടനാ ശക്തിയാക്കി മാറ്റുവാനും അതോടൊപ്പം ഡീലർമാരുടെ ഇടയിൽ ഒരു പരസ്പര സഹകരണവും ഐക്യവും കൂട്ടായ്മയൊക്കെ വളർത്തിയെടുക്കുവാനുമാണ് പ്രധാനമായിട്ടും ഈ AKPDA എന്ന് പറയുന്ന സംഘടന ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ വിജയിക്കാൻ സംഘടനയ്ക്ക് ആയിട്ടുണ്ട്. തുടർന്നും ബാക്കിയുള്ള ഡീലർമാരെ കൂടി ഉൾപ്പെടുത്തി ഒരു വലിയ സംഘടനാ ശക്തിയായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഉള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിലെ പെയിന്റ് ഡീലർമാരെ ഒത്തൊരുമിച്ച് ചേർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാനാണ് AKPDA സംഘടന പ്രവർത്തിക്കുന്നത്. സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിലവിൽ അങ്ങനെയല്ല. ഇനി വരും കാലങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മളെ പോലുള്ള വ്യാപാരികൾ പ്രത്യേകിച്ച് പെയിന്റ് ഡീലേഴ്സിനൊക്കെ ഒരു ലക്ഷറി പെയിന്റ് എന്ന് പറയുന്ന ഒരു ലക്ഷറി ഐറ്റമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ നമ്മൾ വരും കാലങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. മറ്റ് ഇതര ബിസിനസ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പെയിന്റിനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുകൾ ഉണ്ടാവണം. അപ്പോൾ പല ആനുകൂല്യങ്ങളും ഉണ്ടാവണം. എങ്കിൽ മാത്രം ഈ വ്യവസായം പകരാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മിനിമം ലാഭം എടുത്ത് കച്ചവടം ചെയ്യാൻ എല്ലാ വ്യാപാരികൾക്കും ഒരു അവസരം ഉണ്ടാവുകയെന്നാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്. GST-യിലൊക്കെ സർക്കാർ പല മെറ്റീരിയലുകൾക്കും വില കുറച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഡെക്കറേറ്റീവ് പെയിന്റ് ഐറ്റംസിനൊന്നും വില കുറച്ചിട്ടില്ല. GST-യിലൊന്നും ഇളവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇളവ് കിട്ടണം എന്നുള്ളത് സർക്കാരിനോട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ഇളവ് കിട്ടിയാൽ ഡെക്കറേറ്റീവ് പെയിന്റ് വ്യാപാരം ഇച്ചിരൂടെ ഉണർവ് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പെയിന്റ് വ്യാപാര മേഖലയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിർമ്മാണ മേഖലയിൽ മന്ദതയും വ്യാപാര രംഗത്തെ മാന്ദ്യവും തുടർച്ചയായ മഴയും ഏറ്റവും അധികം ബാധിച്ച മേഖലകളിൽ ഒന്ന് പെയിന്റ് വ്യാപാര മേഖലയാണെന്നും നിരവധി പെയിന്റ് ഡീലർമാർ കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആയിരക്കണക്കിന് ഡീലർമാരും അവരുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും പെയിന്റർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പെയിന്റ് വ്യാപാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടെന്നും വ്യവസായിക കാർഷിക മേഖലകൾക്ക് സബ്സിഡികളും ഇളവുകളും നൽകുമ്പോഴും വ്യാപാര മേഖലകൾക്ക് അർഹിക്കുന്ന സഹായവും പരിഗണനയും ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് ജെബു കോശി തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ബേബി, AKPDA സംസ്ഥാന കമ്മിറ്റി അംഗം M മുകേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൽബർട്ട് സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.